അതാ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നിട്ട് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഫിർഔനിന്. പടച്ചവനെ ആരാ? മൂസാ നബിക്ക് വല്ലാത്ത പേടിയായി. അവിടെ നിന്ന് പറഞ്ഞു, പടച്ചവനെ ഹാറൂൻ എന്ന് പറയുന്ന കൂടപ്പറപ്പിന് കൂടെ വേണം തമ്പുരാന്. അങ്ങനെ സഹോദരങ്ങളായ പ്രവാചകന്മാര് മൂസാ നബിയും ഹാറൂൻ നബി അലൈഹിസ്സലാം, രണ്ട് പ്രവാചകന്മാരും കൂടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടന്നു ചെന്നിട്ട് ആ ഫിർഔനിനോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹ് ആരാണെന്ന് പരിചയപ്പെടുത്തുകയാ. പടച്ചവനെ കയ്യിലിരിക്കുന്ന കമ്പ് താഴെയിട്ടു പാമ്പാക്കി കാണിച്ചു കൊടുത്തു, പ്രകാശിക്കുന്ന വിരൽ കാണിച്ചു കൊടുത്തു. ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട് മൂസാ നബി പറയുന്നു, നീ അല്ലാഹുവിന്റെ അടിമയാ, നിനക്കൊരു യജമാനനുണ്ട്, അല്ലാഹുവാ. പടച്ചവനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തപ്പോ അതാ ഫിർഔൻ അവിടെ നിന്ന് പുച്ഛിച്ച് തള്ളുകയാണ്, അവനെ കളിയാക്കുകയാണ്, അവൻ അവിടെ നിന്ന് പരിഹസിക്കുകയാണ്. എന്നാ ആ ഫിർഔന് നന്നായില്ല, അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. എന്നാൽ ആ വഅദ് കേട്ടിട്ട് നന്നായ വേറെ ചിലരുണ്ട്, ആ വഅദ് കേട്ടിട്ട് മുസ്ലിമായ വേറെ ചിലരുണ്ട്. ആരാ മുസ്ലിമായതെന്നറിയോ? പടച്ചവനെ മഹദിയായ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ, മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ മൂസാ നബിയുടെ വഅദ് കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാ. മാസിത്ത ബീബി ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ. പടച്ചവനെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു, മാസിത്ത രഹസ്യമായി വെച്ചാ മതി, ഒരാളോടും പറയല്ലേ മാസിത്ത. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ആരോടും പറയാതെ ഫിർഔൻ എന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മഹദിയായ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ മുസ്ലിമായിട്ട് ജീവിക്കുകയാണ്. തന്റെ ഭർത്താവിനെ മുസ്ലിമാക്കി, തന്റെ മക്കളെ മുസ്ലിമാക്കി, ആ കുടുംബം മുഴുവനും മുസ്ലിമീങ്ങളായി. പടച്ചവനെ ആരും അറിയാതെ കൊട്ടാരത്തിന്റെ അകത്ത് ജീവിക്കുകയാണ്. ഒരു ദിവസമുണ്ടല്ലോ ഫിർഔനിന്റെ പൊന്നുമകളുടെ മുടി ചീകാന് അവിടെ നിന്നൊരു പുതിയ ചീപ്പെടുക്കുമ്പോ ചീപ്പങ്ങ് താഴെ വീഴുകയാണ്. മാഷിത്ത പറഞ്ഞു, അല്ലാ അല്ലാ എന്ന് പറയുകയാ. പടച്ചവനെ ഫിർഔന്റെ മകള് ചോദിക്കുന്നു, ആരാ മാസിത്ത? അല്ലാ. നീ അല്ലാ എന്ന് പറഞ്ഞല്ലോ, ആരാണ് അല്ലാ? മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ മകളോട് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചതവനാണ്, ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവൻ അവനാണ്, ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ്, ഈ ലോകത്തിന്റെ അധിപൻ അല്ലാഹുവാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമയാണ്, നമ്മളൊക്കെ റബ്ബിന്റെ അടിമയാണ്, നമ്മുടെ റബ്ബാണ് അല്ലാഹ്. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ മകളോട് പറഞ്ഞു കൊടുക്കുമ്പോ മകള് ചോദിക്കുന്നു, മാസിത്ത എന്റെ വാപ്പയല്ലേ റബ്ബ്? ഈ ലോകത്തിന്റെ അധിപൻ എന്റെ വാപ്പയല്ലേ? എന്റെ വാപ്പയല്ലാതെ വേറൊരു റബ്ബുണ്ടോ? മാസിത്ത പറയുന്നു, നിന്റെ വാപ്പ അടിമയാ മോള്, നിന്റെ വാപ്പാനെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അങ്ങനെ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ പൊന്നുമകൾക്ക് അല്ലാഹനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. പൊന്നുമോള് ഓടുകയാണ്. രാജസിംഹാസനത്തിലിരിക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ നിങ്ങൾ അടിമയാണോ? നിങ്ങളല്ലാതെ വേറൊരു റബ്ബുണ്ടോ? ആരാ പറഞ്ഞത്? ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഫിർഔനിന്റെ മകള് പറയുന്നു, മാസിത്ത പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന്, ആ റബ്ബിന്റെ പേര് അല്ലാഹ് എന്നാണെന്ന് മാസിത്ത പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അടിമയാണെന്നാ മാസിത്ത പറയുന്നത്. പടച്ച റബ്ബ് തന്റെ പൊന്നാര മകള് ചോദിക്കുമ്പോ
വല്ലാത്ത നാണക്കേടായി. ഫിർഔൻ എന്ത് ചെയ്തെന്നറിയുമോ? മാഷിത്തായ പിടിച്ചു കെട്ടി കൊണ്ടുവരാൻ പറയുകയാണ്. കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാഷിത്ത. പടച്ചവനെ, ഫിർഔൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൈകാല് വിറയ്ക്കുമടോ. അവന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പോലും എല്ലാവർക്കും പേടിയാണ്. അവൻ അത്രയും വലിയ ക്രൂരനാണ്. ആ ഫിർഔനിന്റെ മുമ്പിലേക്ക് മുസ്ലിമായ മാഷിത്ത എന്ന് പറയുന്ന വേലക്കാരിയായ തന്റെ ജോലിക്കാരിയായ പെണ്ണിനെ കൊണ്ടുവരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, മാഷിത്ത, പുതിയ മതത്തിൽ നിന്ന് പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം മാഷിത്ത, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും മാഷിത്ത. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആ ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, കൊന്നാലും ഞാൻ മതം മാറൂല. കാരണം ധൈര്യമായടോ, അല്ലാഹുവിനെ അല്ലാതെ വേറെ ആരെയും അവർക്ക് പേടിയില്ലാതെയായി. അവർ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കി. മാഷിത്ത പറയുകയാണ്, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. ഫിർഔനിന് വാസിയായി. എല്ലാവരും പറയുന്നു, ഇവൾക്ക് ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. ഇനി ഒരാളും ഇതുപോലെ മതം മാറരുത്. എന്ത് ചെയ്തെന്നറിയുമോ? ഒരു വലിയ പാത്രത്തിനകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. ആ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മാഷിത്താനെ നിർത്തുകയാണ്. മാഷിത്ത, മാറ്റമുണ്ടോ മാഷിത്ത? നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ, ഞാൻ മതം മാറൂല. പടച്ചവനെ, എന്ത് ചെയ്തെന്നറിയുമോ? മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിനെ കൊണ്ടുവരികയാണ്. ഈ തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് തലകീഴായി കെട്ടി നിർത്തുകയാ. എന്നിട്ട് ചോദിച്ചു, ഇനി പറ മാഷിത്ത, മാറ്റമുണ്ടോ? സിനിമാ കഥയല്ല പറയുന്നത്, സീരിയലിന്റെ കഥയല്ല പറയുന്നത്. ആർക്ക് വേണമെങ്കിലും എടുത്തു വായിച്ച് നോക്കാൻ കഴിയുന്ന ചരിത്രമാണ്. തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ മാഷിത്തയുടെ ഭർത്താവിനെ തലകീഴായി നിർത്തിയിട്ടു അവിടെന്ന് ചോദിക്കുന്നു, മാഷിത്ത, ഇനി പറ മാറ്റമുണ്ടോ മാഷിത്ത? ഇല്ലെങ്കിൽ ഈ തിളച്ചുമറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് നിന്റെ ഭർത്താവിനെ പൊരിക്കാൻ പോവുകയാണ്. അനങ്ങിയില്ലടോ മാഷിത്ത. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സലാം പറയുകയാണ്. സ്വർഗത്തിൽ വെച്ച് കാണാ, സ്വർഗത്തിൽ വെച്ച് കാണാ. മാഷിത്ത ബീബിയുടെ ഭർത്താവിനെ കണ്ണിന്റെ മുമ്പിലിട്ട് കരിക്കുകയാണ്. ലോകത്തോട് വിട പറഞ്ഞു. തന്റെ പൊന്നാര മകളെ കൊണ്ടുവരികയാണ്. മാഷിത്തയുടെ പൊന്നാര മകളെ കൊണ്ടുവരികയാണ്. എണ്ണയ്ക്കകത്തേക്ക് ഇടുകയാണ്. ആ പൊന്നുമോളയും കൊന്നുകളഞ്ഞടോ. മാഷിത്ത അനങ്ങിയില്ല. രണ്ടാമത്തെ മകളെ കൊണ്ടുവന്നു. ആ പൊന്നുമോളയും എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു. മാഷിത്തയുടെ മുഖം പാടിയില്ല. പടച്ചവനെ, അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? മാഷിത്ത ബീബിയുടെ മുമ്പിലേക്ക് പട്ടാളക്കാര് കടന്നു വരികയാ. കാരണം മാഷിത്ത ബീബിയുടെ പാല് കുടിക്കുന്ന പൊന്നുമോന് നെഞ്ചിലിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പാല് കുടിക്കുന്ന ആൺകുട്ടിയാണ്. അതാ ഫിർഔനിന്റെ പട്ടാളം വന്നിട്ട് പറയുന്നു, താമാസിത, ആ ചോര പൈതലിനെ താമാസിത. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്ന് പതറുകയാ. കാരണം പടച്ചവനെ, പാല് കുടിക്കുന്ന ചോര കുഞ്ഞാണ്. അതിനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ല. തന്റെ പൊന്നുമോനെ മാഷിത്ത ഇങ്ങനെ മുറുകെ പിടിക്കുമ്പോ എല്ലാവരും കളിയാക്കുന്നു, തോറ്റുപോയല്ലോ, ഇവള് വെറുതെ 3 പേരെ കൊന്നുകളഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുകയാണ്. എല്ലാവരും ചിരിക്കുകയാണ്. ആ സമയത്ത് ആ പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കി ചിരിക്കുകയാണ്. ഉമ്മയുടെ കണ്ണ് നിറയുകയാണ്. ഉമ്മ കരയുകയാണ്. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ സംസാരിക്കാറില്ലടോ. എന്നാ മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പാല് കുടിക്കുന്ന മകനുണ്ടല്ലോ, അതാ കരയുന്ന ഉമ്മാനെ വിളിക്കുന്നു, യാ ഉമ്മാ ലാ തഖഫ് വലാ തഹ്സൻ. ഉമ്മാ കരയല്ലേ ഉമ്മാ, വേദനിക്കല്ലേ ഉമ്മാ. ഉമ്മ എന്തിനാ പേടിക്കുന്നത്? ഉമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? ഷഹീദിന്റെ കൂലിയല്ലേ ഉമ്മ, സ്വർഗത്തിലല്ലേ ഉമ്മ. ആ പാല്
കുടിക്കുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, അവസാനം മാഷിത്തയുടെ പൊന്നുമോനെ കൊന്നുകളഞ്ഞടോ, അവസാനം മാഷിത്ത ബീവിയെയും കൊന്നുകളഞ്ഞു. ഒരു കുടുംബത്തെ മുഴുവനും എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കൊന്നിട്ടു. പടച്ചവനെ കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ പടച്ചവനെ ഫിറഔനിന്റെ ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ രംഗം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫിറഔൻ ചോദിച്ചു, ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന് ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? ഇഷ്ടമായോ ആസിയ? ഇഷ്ടമായോ ആസിയ? ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ മാഷിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നീ അടിമയാടാ ഫിറഔന്, നീ അടിമയാണ് ഫിറഔൻ. നിന്നെ പടച്ച ഒരു റബ്ബുണ്ട്, അല്ലാഹ്. ആ അല്ലാഹുവിനെ കുറിച്ചാണ് മൂസാ നബിയും ഹാറൂൻ നബിയും പറഞ്ഞു തന്നത്. ഞാൻ അവരുടെ കൂടെയാണ്, ഞാനും അവരുടെ കൂടെയാണ്. റബ്ബി മൂസാ വ ഹാറൂൻ. ആ മൂസാടെ റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിരിക്കുകയാ. പടച്ചവനെ, മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ മുസ്ലിമായിരിക്കുകയാണ്. റബ്ബേ, കൂടെ കടന്നവൾ പോലും കൂടെയില്ലാതെയായി. കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണിക്കിട്ട് നോക്കി, മാഷിത്ത പതറിയില്ല. പീഡനങ്ങൾ നടത്തി നോക്കി, മതാ ആസിയ ബീബി അനങ്ങുന്നില്ല. അവസാനം എന്ത് ചെയ്തെന്നറിയുമോ? മണലാരുണ്യത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുകയാണ്. എന്റെ പെങ്ങള് ആസിയ ബീവിയെ ഫിറഔന് വിവാഹം കഴിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ആസിയാന് വല്ലാത്ത ഗ്ലാമറാ പെങ്ങള്, വല്ലാത്ത സൗന്ദര്യമാ പെണ്ണ്. ഒരിക്കൽ കുളിക്കാൻ പോകുന്നത് ഫിറഔന് കണ്ടു. ആ സൗന്ദര്യം കണ്ടിട്ടാ ആസിയാനെ ഫിറഔന് വിവാഹം കഴിച്ചത്. ആ സുന്ദരിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയിൽ കിടന്ന് പട്ടിണി കിടന്ന് വെയിൽ കൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ചു. എല്ലും തോലുമായി കണ്ണുകുഴിഞ്ഞു. പടച്ചവനെ, ശരീരം മുഴുവനും കറുത്ത് കരിവാളിച്ചു. അവസാനം പടച്ചവനെ, ഫിറഔനിന്റെ പട്ടാളം ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കുന്തം കുത്തിയിറക്കുമ്പോ ആസിയ ബീബി അല്ലാഹുവോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? റബ്ബിബ്നിലീ ഇൻദക ബൈതം ഫിൽ ജന്നാ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരത്തിൽ ജീവിക്കുന്ന ഫിറഔനിന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുന്നു റബ്ബേ. എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു കൊട്ടാരമാ, എനിക്ക് വേണ്ടത് സ്വർഗത്തിലൊരു വീടാ അല്ലാഹ്. എനിക്ക് സ്വർഗത്തിലൊരു വീട് തരണേ തമ്പുരാന്. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ പടച്ചവനോട് മരിക്കുന്നതിന് മുമ്പ് ചോദിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. പെങ്ങളെ, ഈ പെണ്ണിനെ കാണിച്ചിട്ടാ അല്ല പറയുന്നത്, നിങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടു പഠിക്കണേ. എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ജീവിതത്തിൽ ഒറ്റ വാഴ കേട്ട മഹദിയാണ് ആസിയ. അല്ലാഹനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയപ്പോ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് ചങ്കുറപ്പോട്, നീ അല്ലാഹുവിന്റെ അടിമയാടാ, നീ അല്ലാതെ ഒരു റബ്ബുണ്ടടാ, നീ കൊന്നാലും എനിക്ക് കുഴപ്പമില്ലടാ എന്ന് പറയാനുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയോ? അതാ അല്ല പറഞ്ഞത്. അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ അല്ലാഹു അവന്റെ ഹൃദയത്തിനകത്ത് അവന്റെ പേടി അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.